അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മളെല്ലാവരും സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അമ്മയോടൊപ്പം വിമല ഹൃദയ പ്രതിഷ്ഠയുടെ 7-ാം ദിനത്തിലെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇത് നമ്മുടെ കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് കടന്നു വരുന്ന ദിനങ്ങൾ. അമ്മ മാതാവേ, ഞങ്ങളുടെ എല്ലാ മക്കളെയും അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ പക്കൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കൃപകൾ അമ്മ വാങ്ങിത്തരണമേ. സങ്കീർത്തനം 127:3 കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. നമ്മൾ പഠിക്കുന്ന വചന കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം കർത്താവിൻ്റെ സമ്മാനമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നൽകിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നന്ദി പറയാം. വളരെ പ്രത്യേകമായിട്ട് എല്ലാവരും ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. കുടുംബജീവിതത്തിൽ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും ഒന്ന് സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവിക ചൈതന്യവും ദൈവിക കൃപയും അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുവാൻ, ഈ ആകുലതയിലും അസ്വസ്ഥതയിലും അവർക്കൊരു ആശ്വാസം ലഭിക്കുവാൻ കുഞ്ഞുങ്ങളെ നൽകിയ എല്ലാ ദാമ്പത്യ ബന്ധങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലൂക്കാ സുവിശേഷം 2:52 തിരുവചനത്തിൽ നമ്മൾ കാണുന്ന പോലെ ഈശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ ജീവിച്ചു. ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ. എല്ലാ മാതാപിതാക്കളും പറയുന്ന ഒരു പ്രാർത്ഥന എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പഠന മേഖലയിൽ ഒത്തിരിയധികം അസ്വസ്ഥതകളുണ്ട്. അവരുടെ മുന്നോട്ടുള്ള ഭാവി ജീവിതത്തിൽ വലിയ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ ഒത്തിരിയധികം തിന്മയുടെ സ്വാധീനം, സോഷ്യൽ മീഡിയയുടെ ഒത്തിരി തെറ്റായ ഉപയോഗങ്ങൾ, ലഹരി വസ്തുക്കളുടെ അതിപ്രസരണം, ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഞെരുക്കുന്നുണ്ട് പല മേഖലകളിൽ നിന്നും. ഈ മേഖലകളിലെ തിന്മയുടെ ബന്ധനങ്ങളിൽ നമ്മുടെ മക്കൾ വീണു പോകാതിരിക്കുവാൻ അമ്മയുടെ നീലമേലങ്കിയ നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും പൊതിയപ്പെടണം. അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്. ഈശോയെ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മ വഴിയായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ മാതാവേ, ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈകളിൽ അമ്മയൊന്ന് പിടിക്കണമേ. മറുകരത്തിലുള്ള ഈശോയുടെ കരങ്ങളിലേക്ക്, ഉണ്ണീശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് വെക്കണമേ. അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥം നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ. മക്കളുടെ പഠന മേഖലകൾ, അവരുടെ ഭാവി ജീവിതം ശോഭനമായി തീരണം. കാലഘട്ടത്തിൻ്റെ തിന്മകളിൽ നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും വീണു പോകാതിരിക്കുവാൻ ഇതാ ദൈവത്തിൻ്റെ സംരക്ഷണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാചിച്ച് നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിയോടെ നമ്മുടെ മക്കളെ, എല്ലാ കുഞ്ഞുങ്ങളെയും ദിവികാരുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഹൃദയമായിട്ട് പ്രാർത്ഥിക്കാം. ദിവികാരുണീശോയുടെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, പ്രത്യേകിച്ച് അമ്മയോടൊപ്പം വിമല ഹൃദയ പ്രതിഷ്ഠയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളെ, പട്ടാശ്രമത്തോട് ദ ഹോളി ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് ചോദിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളെയും ഇതായി തിരുവൾത്താരിൽ സമർപ്പിക്കുന്നു. ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. വളരെ പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ വഴി ഇതാ ഈ ദിവികാരുണ്യ ഈശോ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഇന്ന് എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ദുർബല സമ്മാനമാണ്, അനുഗ്രഹമാണ്. നമ്മൾ കണ്ടു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവ മനുഷ്യ പ്രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുവാൻ ഈ കാലഘട്ടത്തിൽ ഒത്തിരി മാതാപിതാക്കൾക്ക് ഭയങ്കര പേടിയാണ്, ആകുലതയാണ്. മക്കളെ ഓർത്ത് ഭയമാണ്, നാളെക്കുറിച്ചുള്ള ആകുലതകളാണ്. മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ദിവികാരുണ്യ ഈശോയുടെ ഒരു പൊതിയുന്ന സംരക്ഷണം നമ്മുടെ മക്കൾക്കുണ്ടാകുവാൻ, ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിൽ പഠിക്കുന്ന ജോലിയിലായിരിക്കുന്ന മക്കൾ, പ്രത്യേകിച്ച് യുവതി യുവാക്കളെ സമർപ്പിക്കാം. ഇതാ വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരെ സമർപ്പിക്കാം, ജോലി തടസ്സങ്ങൾ നേരിടുന്നവരെ സമർപ്പിക്കാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കള്, കൊച്ചു കുഞ്ഞുങ്ങളെ, എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഇത് ഈശോയുടെ വലിയൊരു സംരക്ഷണം. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കണം, അവരെ തടയരുത്. ഇതാ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച തമ്പുരാൻ്റെ വലിയൊരു അനുഗ്രഹം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. മക്കളെല്ലാം നമുക്ക് സമർപ്പിക്കാം. കുഞ്ഞുമക്കളെ ഈശോയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചേ.
മാതാപിതാക്കൾക്ക് അനുഗ്രഹമാകുവാൻ, അഭിമാനമായിട്ട് ജീവിക്കുവാൻ, തിന്മകളിലേക്ക് വീണു പോകാതെ ജീവിക്കുവാൻ എല്ലാവരും കാത്തുകൊള്ളണമേ. ഇവരുടെ പഠന മേഖലകൾ, കുഞ്ഞുങ്ങളുടെ പഠന മേഖലകൾ കർത്താവെ ആശീർവദിക്കണമേ. നല്ല ആരോഗ്യം നൽകണമേ, വിശുദ്ധി നൽകണമേ. തെറ്റായ ബന്ധങ്ങളില്ല, ലഹരി വസ്തുക്കൾ ഉപയോഗങ്ങളിൽ ഒന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വീണു പോകാതിരിക്കട്ടെ. സമർപ്പിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. എല്ലാ മക്കളെയും സമർപ്പിച്ച് ദിവികാരുണ്യ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, പരിപാലിക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. പ്രാർത്ഥിച്ചേ. നല്ല ദൈവവിളികൾ ഉണ്ടാകട്ടെ നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്. സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ. നമ്മുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ ചേർത്ത് വെച്ച് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഇതാ ഏറ്റവും ഭക്തിയോടെ ദിവികാരുണ്യ കൃപ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് ഏറ്റവും ശ്രദ്ധയോടെ ഭക്തിയോടെ സ്വീകരിക്കാം. ആരാധനയുടെ ഇരടിയോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാദിവികാരുണ്യക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.